ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സൽ PSC എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ PSC പുറത്തിറക്കിയ 25,000 GK ചോദ്യങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നും 100 മുതൽ 150 വരെയുള്ള ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. എല്ലാവർക്കും എക്സൽ PSC എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആമുഖത്തിൽ അല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ സെക്കുലർ എന്ന വാക്ക് ഏത് അനുച്ഛേദത്തിലാണ് ഉള്ളത്? അനുച്ഛേദം 25. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയ അവസാന ചോദ്യം. ഇന്നത്തെ ചോദ്യം 101. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള മാനക അളവുകളുടെ എണ്ണം? 9. ഇന്ത്യൻ ദേശീയ പതാക 9 അളവുകളിലാണ് നിർമ്മിക്കാൻ ആകുന്നത്. ചോദ്യം നമ്പർ 102. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അവശിഷ്ടാധികാരങ്ങൾ ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഗവർണർ ജനറൽ. ചോദ്യം നമ്പർ 103. ഇന്ത്യയിൽ തുടങ്ങുകയും പിന്നീട് യൂറോപ്പിലേക്ക് വ്യാപിക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രസ്ഥാനം? ലോബയാൻ പ്രസ്ഥാനം. ലോബയാൻ പ്രസ്ഥാനം ഇന്ത്യയിലാണ് തുടങ്ങിയത്, പിന്നീട് അത് യൂറോപ്പിലേക്ക് വ്യാപിപ്പിച്ചു. ചോദ്യം നമ്പർ 104. ലൂസിഫർ എന്ന അറിയപ്പെടുന്ന ഗ്രഹം? ശുക്രൻ. ശുക്രനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലൂസിഫർ. ചോദ്യം നമ്പർ 105. ലബോറട്ടറിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ കാർബണിക സംയുക്തം? യൂറിയ. യൂറിയയാണ് ആദ്യമായി ലബോറട്ടറിയിൽ തയ്യാറാക്കിയ കാർബണിക സംയുക്തം. ചോദ്യം നമ്പർ 106. ഏതു കേസുമായി ബന്ധപ്പെട്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി അവതരിപ്പിച്ചത്? കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസ് പ്രകാരമാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി അവതരിപ്പിച്ചത്. ചോദ്യം നമ്പർ 107. വ്യവസായ വിപ്ലവകാലത്ത് മുഖ്യ ഊർജ സ്രോതസ് ആയിരുന്നത്? കൽക്കരി. വ്യവസായ വിപ്ലവകാലത്ത് മുഖ്യ ഊർജ സ്രോതസ്സായിട്ട് നമുക്ക് ഉണ്ടായിരുന്നതാണ് കൽക്കരി. ചോദ്യം നമ്പർ 102. കാൽസിട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി? തൈറോയിഡ്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. ചോദ്യം നമ്പർ 109. ജനഗണമനയുടെ പൂർണ്ണ രൂപത്തിന് എത്ര ചരണങ്ങളാണ് ഉള്ളത്? 5. ജനഗണമനയുടെ പൂർണ്ണ രൂപത്തിന് എത്ര ചരണങ്ങളാണ് ഉള്ളത്? 5 ചരണങ്ങൾ. ചോദ്യം നമ്പർ 110. ദേശീയ ജലപാത 2 കടന്നു പോകുന്ന സംസ്ഥാനം? അസം. ദേശീയ ജലപാത 2 കടന്നു പോകുന്ന സംസ്ഥാനമാണ് അസം. ചോദ്യം നമ്പർ 111. നെഹ്റു ക്യാബിനറ്റിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഹിന്ദു മഹാസഭ നേതാവ്? ശ്യാമപ്രസാദ് മുഖർജി. ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു നെഹ്റു ക്യാബിനറ്റിൽ വ്യവസായ മന്ത്രിയായി ഇരുന്നത്. ചോദ്യം നമ്പർ 112. വെള്ളായണി ഹ്രസ്വ ഏതിൻ്റെ ഇനമാണ്? മരച്ചീനി. മരച്ചീനിയുടെ ഒരു ഇനമാണ് വെള്ളായണി ഹ്രസ്വ. ചോദ്യം നമ്പർ 113. ഡ്രൈവർ, പൈലറ്റ് തുടങ്ങിയ ജോലികൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അയോഗ്യതയ്ക്ക് കാരണമാകുന്ന നേത്ര രോഗം? വർണ്ണാന്ധത. കളർ ബ്ലൈൻഡ്നെസ്. വർണ്ണാന്ധത ഉള്ളവർക്ക് ഡ്രൈവർ, പൈലറ്റ് തുടങ്ങിയ ജോലികൾക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ഉള്ള യോഗ്യത ഇല്ല. ചോദ്യം നമ്പർ 114. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ? നീലവൃത്തം. ലോക
പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ ആണ് നീല നിറമുള്ള വൃത്തം. ചോദ്യം നമ്പർ 115. തദ്ദേശ സ്വയംഭരണം സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിർബന്ധിതമാക്കിയ ആദ്യ സംസ്ഥാനം? ഗുജറാത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നത് നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത്. ചോദ്യം നമ്പർ 116. 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന പുസ്തകം രചിച്ചത് ഭാസ്കരനുണ്ണി. ഭാസ്കരനുണ്ണിയാണ് 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന പുസ്തകം രചിച്ചത്. ചോദ്യം നമ്പർ 117. ട്രെക്കിംഗ് കേന്ദ്രമായ സീതാർകുണ്ട് ഏത് ജില്ലയിലാണ്? പാലക്കാട്. ട്രെക്കിംഗ് കേന്ദ്രമായ സീതാർകുണ്ട് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. ചോദ്യം നമ്പർ 118. ദേശീയ ജലപാത 1-ന്റെ നീളം എത്ര കിലോമീറ്ററാണ്? 1620. ദേശീയ ജലപാത 1-ന്റെ നീളം 1620 കിലോമീറ്ററാണ്. ചോദ്യം നമ്പർ 119. ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം? പ്രോട്ടീൻ. പ്രോട്ടീനാണ് ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം. ചോദ്യം നമ്പർ 120. യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ആർപ്പൂക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചത്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. രാജ്യത്തെ ആദ്യത്തെ എയ്ഡ്സ് സാക്ഷരതാ ജില്ല? പാലക്കാട്. രാജ്യത്തെ ആദ്യത്തെ എയ്ഡ്സ് സാക്ഷരതാ ജില്ല പാലക്കാട്. ചോദ്യം നമ്പർ 112. റബ്ബർ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായകമായ ഹോർമോൺ? എഥിലിൻ. റബ്ബർ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായകമായ ഹോർമോണാണ് എഥിലിൻ. ചോദ്യം നമ്പർ 123. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഫ്ലമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്താണ് ഫ്ലമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്. ചോദ്യം നമ്പർ 124. ഏത് വിറ്റാമിനാണ് വിറ്റമിൻ എച്ച്, കോ എൻസൈം ആർ എന്നിങ്ങനെയും അറിയപ്പെടുന്നത്? വിറ്റമിൻ B7. വിറ്റമിൻ B7 ആണ് വിറ്റമിൻ എച്ച്, കോ എൻസൈം ആർ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്. ചോദ്യം നമ്പർ 125. വാർലി എന്ന ഗോത്രവിഭാഗം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് വാർലി എന്ന ഗോത്ര വിഭാഗം ഉള്ളത്. ചോദ്യം നമ്പർ 126. വിസ്തീർണത്തിൽ 2-ാം സ്ഥാനത്തുള്ള കേന്ദ്ര ഭരണ പ്രദേശമേത്? ജമ്മു കശ്മീർ. ജമ്മു കശ്മീരാണ് വിസ്തീർണത്തിൽ 2-ാം സ്ഥാനത്തുള്ള കേന്ദ്ര ഭരണ പ്രദേശം. ചോദ്യം നമ്പർ 127. സ്നാനയാത്ര എന്ന ആഘോഷം നടക്കുന്ന സംസ്ഥാനം? ഒഡീഷ. ഒഡീഷ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു ആഘോഷമാണ് സ്നാനയാത്ര. ചോദ്യം നമ്പർ 128. ജലം നിറച്ചു വച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ അടിയിൽ വച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതിനായി തോന്നാൻ കാരണം? അപവർത്തനം. പ്രകാശത്തിൻ്റെ അപവർത്തനം മൂലമാണ് ജലം നിറച്ചു വച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ അടിയിൽ വച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ചോദ്യം നമ്പർ 129. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ? ഇടുക്കി, എറണാകുളം. ഇടുക്കി, എറണാകുളം എന്നീ 2 ജില്ലകളിൽ കൂടിയാണ് പെരിയാർ ഒഴുകുന്നത്. ചോദ്യം നമ്പർ 130. ചെറി ബ്ലോസം എന്നുകൂടി അറിയപ്പെടുന്ന പ്രാദേശിക വാദം? മാംഗോ ഷവർ. മാംഗോ ഷവർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചെറി ബ്ലോസം. ചോദ്യം നമ്പർ 131. തെങ്ങിൻ്റെ കൂമ്പുചീയൽ രോഗത്തിന് കാരണം? ഫംഗസ്. കൂമ്പുചീയൽ ഫംഗസ്. തെങ്ങിൻ്റെ കൂമ്പുചീയൽ രോഗത്തിന് കാരണം ഫംഗസ്. ചോദ്യം നമ്പർ 132. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അനുവദിക്കാൻ അനുമതി ലഭിച്ചാൽ അതിന്മേലുള്ള ചർച്ചയ്ക്ക് തീയതി നിശ്ചയിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചാൽ അതിന്മേലുള്ള ചർച്ചയ്ക്ക് തീയതി നിശ്ചയിക്കുന്നത്. ചോദ്യം നമ്പർ 133.
കേരള വനം വകുപ്പിൻ്റെ വനം മിത്ര അവാർഡ് ആദ്യമായി നേടിയത്? കല്ലേൽ പൊക്കുടൻ. കല്ലേൽ പൊക്കുടൻ നേടിയതാണ് കേരള വനം വകുപ്പിൻ്റെ വനം മിത്ര അവാർഡ് ആദ്യമായി നേടിയത് കല്ലേൽ പൊക്കുടൻ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവം? ഓണം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവമാണ് ഓണം. ചോദ്യം നമ്പർ 135. കോൺഗ്രസിൻ്റെയും ഹോം റൂൾ ലീഗിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിന് വേദിയായത്? പാലക്കാട്. കോൺഗ്രസിൻ്റെയും ഹോം റൂൾ ലീഗിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിന് വേദിയായത് പാലക്കാട്. ചോദ്യം നമ്പർ 136. 1977 വാങ്കാരി മാതായി ആരംഭിച്ച പരിസ്ഥിതി സംഘടന? ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. 1977 വാങ്കാരി മാതായി ആരംഭിച്ച പരിസ്ഥിതി സംഘടന ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. ചോദ്യം നമ്പർ 137. ജ്ഞാനപ്രചാഗരം എന്ന പണ്ഡിത സദസ്സ് ആരംഭിച്ചത്? തൈക്കാട് അയ്യ. ജ്ഞാനപ്രചാഗരം എന്ന പണ്ഡിത സദസ്സ് ആരംഭിച്ചത് തൈക്കാട് അയ്യ. ചോദ്യം നമ്പർ 138. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നിങ്ങനെ വിഭജിച്ച ഭരണഘടനാ ഭേദഗതി? 89ാം ഭേദഗതി. 89th അമെൻമെൻറ്റ് പ്രകാരമാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചത്. ചോദ്യം നമ്പർ 139. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാത? NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണ് NH 544. ചോദ്യം നമ്പർ 140. പ്രമേഹത്തിൻ്റെ ലോക തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജ്യം? ഇന്ത്യ. പ്രമേഹത്തിൻ്റെ ലോക തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. ചോദ്യം നമ്പർ 141. അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി? 55ാം ഭേദഗതി. 55 അമെൻമെൻറ്റ്. ചോദ്യം നമ്പർ 142. മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ പഴുക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ? ജിബർലിൻ. പഴങ്ങൾ പഴുക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന ഹോർമോണാണ് ജിബർലിൻ. ചോദ്യം നമ്പർ 143. മതേതരത്വവും ഫെഡറലിസവും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളാണ് എന്ന് വിലയിരുത്തപ്പെട്ടത് ഏത് കേസിലാണ്? SR ബൊമ്മെ കേസ്. മതേതരത്വവും ഫെഡറലിസവും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളാണ് എന്ന് വിലയിരുത്തപ്പെട്ടത് SR ബൊമ്മെ കേസിലാണ്. ചോദ്യം നമ്പർ 144. എന്തിൻ്റെ സ്വഭാവം അളക്കാനാണ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത്? പ്രകാശം. പ്രകാശത്തിൻ്റെ സ്വഭാവം അളക്കാനാണ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത്. ചോദ്യം നമ്പർ 145. ഏത് സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ പ്രവർത്തിച്ചത്? ധീവര സമുദായം. ധീവര സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ആളാണ് പണ്ഡിറ്റ് കറുപ്പൻ. ചോദ്യം നമ്പർ 145. വടക്കു കിഴക്കൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന തീര സമതലം? കോറമാണ്ടൽ തീരം. വടക്കു കിഴക്കൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന തീരസമതലമാണ് കോറമാണ്ടൽ തീരം. ചോദ്യം നമ്പർ 147. കാസർഗോഡ് കുള്ളൻ ഏത് കന്നുകാലി ഇനമാണ്? പശു. കാസർഗോഡ് കുള്ളൻ പശുവിൻ്റെ ഇനമാണ്. ചോദ്യം നമ്പർ 148. എത്രാമത്തെ ദേശീയ ജലപാതയാണ് കാക്കിനഡയെയും പുതുച്ചേരിയെയും ബന്ധിപ്പിക്കുന്നത്? ദേശീയ ജലപാത 4. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കാക്കിനഡ, പുതുച്ചേരി. ചോദ്യം നമ്പർ 149. കീല തന്തുക്കളുടെ രൂപവൽക്കരണം നടക്കുന്ന ന്യൂക്ലിയസ് വിഭജന ഘട്ടമേത്? പ്രൊഫേസ്. പ്രൊഫേസ് എന്ന ഘട്ടത്തിലാണ് കീല തന്തുക്കളുടെ രൂപവൽക്കരണം നടക്കുന്നത്. കീല തന്തുക്കളുടെ രൂപവൽക്കരണം നടക്കുന്ന ന്യൂക്ലിയസ് വിഭജന ഘട്ടമാണ് പ്രൊഫേസ്.
ചോദ്യം നമ്പർ 150. പൈഗ കലാപത്തിൻ്റെ കേന്ദ്രമായിരുന്ന ഒഡീഷയിലെ സ്ഥലം ഖുർദ. പൈഗ കലാപത്തിൻ്റെ കേന്ദ്രമായിരുന്ന ഒഡീഷയിലെ സ്ഥലമാണ് ഖുർദ. ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇത്രയും നേരം കണ്ടവർക്കെല്ലാം നന്ദി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.